എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്താൽ മതി, എനിക്ക് ചെയ്താൽ മതി, ഞാനെല്ലാം തരും, എല്ലാം ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരും, എല്ലാം ഞങ്ങൾ എന്തിനീ ജനങ്ങളെ ഇതുപോലെ പൊട്ടം കളിപ്പിക്കണു? വെറുതെ മനുഷ്യനെ പറഞ്ഞ ഇത്രയും കാലം ഇവിടെ കിടന്നല്ലോ, അന്ന് എന്തുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ വന്നോ? ഇപ്പം ഈ വോട്ടിൻ്റെ സമയം വന്നപ്പം മാത്രം ഉള്ള പെൻഷൻ വരെ വെട്ടിക്കളഞ്ഞു. എൻ്റെ പെൻഷൻ വെട്ടിക്കളഞ്ഞതാണ് 2021. എനിക്ക് എന്തിരുന്നിട്ടാണ് എൻ്റെ പെൻഷൻ വെട്ടിക്കളഞ്ഞത്? എന്നാ ഇരുന്നിട്ടാ? ക്ഷേമനിധി പെൻഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ അടച്ച പൈസയാണ്. ഞാൻ 10-600 രൂപ വെച്ച് അടച്ചുകൊണ്ടിരുന്ന പൈസയാണ് എനിക്ക് ക്ഷേമനിധി കിട്ടുന്നുണ്ടെങ്കിൽ. 2 പെൻഷൻ മേടിക്കുന്നവരുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് എൻ്റെ പെൻഷൻ വെട്ടിക്കളഞ്ഞു? ഇനി നിങ്ങൾ കണ്ട് വോട്ട് ചെയ്യണം. ഇനി കുറച്ച് കഴിയുമ്പം പറയും കടവാണ്, അതുകൊണ്ട് പെൻഷൻ തരാൻ പറ്റത്തില്ല. ഉള്ള പെൻഷനും കൂടെ ഇപ്പോഴത്തെ ഈ വോട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 പെൻഷൻ 3 പെൻഷൻ 4 പെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. കയറി 10 കൊല്ലം ഭരിച്ചു, എന്തുണ്ടാക്കി ഇവിടെ ജനങ്ങൾക്ക് എന്താ കിട്ടിയ? സാധാരണക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല. അവർ പാവങ്ങളായിട്ട് ദാരിദ്ര്യമില്ല എന്ന്. ഇവിടെ എന്താ ദാരിദ്ര്യമില്ലാത്ത? കേന്ദ്രം അരി തരുന്നതുകൊണ്ട് BPLകാർക്ക് മഞ്ഞക്കാർഡുകാർക്കും കഞ്ഞി കുടിക്കുന്നുണ്ട്. ഇല്ലെങ്കിലോ അതുമില്ല. 70 രൂപ 75 രൂപ അരിയുടെ വില വന്നു. അവരെങ്ങനെ കഞ്ഞി കുടിക്കും? ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? 10 കൊല്ലം ഭരിച്ച് ഈ നാടങ്ങ് മുടിച്ച് കളഞ്ഞിട്ട് ഇനി ഞങ്ങളെ കയറ്റിവിട്ടോ? ഞങ്ങൾ ഇനിയുണ്ട്. ഇനി 5 കൊല്ലം കൂടെ കയറ്റാമെങ്കിൽ കേരളം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാകിയാല ഇപ്പം ശ്രീലങ്ക പോയ പോലെ പോകേണ്ട വരും. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് വോട്ട് കൊടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക. നമുക്കിവിടെ വികസനവും വേണം, ആ ഒപ്പം വികസനം നമുക്കും വേണം. അല്ലാതെ അവർക്ക് തന്നെ വികസിച്ചാൽ പോരാ, നമുക്കും വേണം. കയറിയിരിക്കുന്നവർ അവരുടെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുക, അവർ സ്വത്തുണ്ടാക്കുക. ഇതൊക്കെ അല്ലാതെ അവരെന്താ അവിടെ ചെയ്തേക്കണത്? അത് തന്നെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഞങ്ങൾ അത് തരാം, ഞങ്ങൾ ഇത് തരാം. ഇതിനു മുമ്പ് ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് കൊടുത്തില്ല? ഇവർ കുറേ കാലം ഭരിച്ചല്ലോ, കേന്ദ്രവും ഭരിച്ചല്ലോ. കേന്ദ്രം ഇവരല്ലേ ഭരിച്ചത്, വേറെ ആരും ഭരിക്കാൻ വന്നില്ല. എന്തുകൊണ്ട് അന്ന് ഇതൊന്നും ഇല്ലായിരുന്നോ? അന്ന് ഇതൊന്നും ഇല്ലായിരുന്നോ കൊടുക്കാൻ? ഇപ്പോഴാണോ ബസ്സിൽ പോണതിന് പൈസ വേണ്ട, ഞങ്ങൾ അത് കൊടുക്കും, 25 ലക്ഷത്തിൻ്റെ ഇൻഷുർ കൊടുക്കും, എവിടുന്ന് എടുത്തിട്ട് നിങ്ങൾ കൊടുക്കും? ഒരു പെര ഇന്ന് പണിയണമെങ്കിൽ വെറും 720 രൂപയെ കിടന്ന പെരയ്ക്ക് പെർമിറ്റ് കിട്ടാൻ 720 രൂപയിൽ കിടന്ന അതിന് ഇപ്പം ചെന്നാൽ 30,000 രൂപ കൊടുക്കണം. ഒരു പെര തല്ലിക്കൂട്ടണമെങ്കിൽ 30,000 രൂപ. അത് കഴിഞ്ഞാലോ അവിടെ 5,000, ഇവിടെ 5,000, ഇവിടെ 10,000 എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെര പോലും ഈ സർക്കാർ വെപ്പിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ട് വോട്ട് ചെയ്യണം. നല്ല മനുഷ്യരെ നിങ്ങൾ കയറ്റിവിടണം. നമുക്ക് നല്ല വികസനവും വേണം. നമ്മുടെ കേരളം നന്നായി വരണം. നമുക്ക് പേടിക്കാണ്ട് നടക്കണം. നമുക്ക് സുരക്ഷിതമായി ജീവിക്കണം. അല്ലാതെ മറ്റ് രാജ്യത്തെ പോലെ നമ്മളിവിടെ ആക്കരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയം എല്ലാം നല്ലതാണ്, രാഷ്ട്രീയം വേണം. പക്ഷേ ആ രാഷ്ട്രീയം ഉപകരിക്കണം. അല്ലാതെ ചുമ്മാ രാഷ്ട്രീയം കളിച്ചിട്ട് നമ്മൾ കാര്യമില്ല. കൊടി പിടിക്കാൻ നടന്നാൽ മാത്രം നമ്മൾ പോരെന്ന് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് എല്ലാവരും വേണം. എല്ലാ മനുഷ്യരെ ഒരേപോലെ കണ്ടാൽ മതിയെന്നേ, പ്രത്യേകിച്ചായിട്ട് ആരെയും കാണണ്ട. എല്ലാവരും തുല്യരാണ്. ആ തുല്യരാകുമ്പോൾ അവർക്കും അതുപോലെ എല്ലാം ഒരേപോലെ ചെയ്താൽ മതി. പ്രത്യേകിച്ചൊന്നും വേണ്ട. കേന്ദ്രമില്ലാന്നെങ്കിൽ ഇപ്പം കഞ്ഞിയും കുടിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ എല്ലാം തന്നു പറഞ്ഞു. നമ്മുടെ സർക്കാരല്ലല്ലോ ഇപ്പം അരി തരുന്നത്. അരി തരുന്ന കേന്ദ്രമല്ലേ. പിന്നെ ഇവിടുത്തെ സർക്കാർ എന്തു ചെയ്തു എന്നാണ് ഈ പറയുന്നത്? മനുഷ്യനെ വിട്ടിയാക്കാം. 3-ാം തവണയും കയറണമെന്ന്. 3-ാം തവണയും കൂടെ കയറാമെങ്കിൽ കേരളം പിന്നെ പോയി, പിന്നെ ഇനി ഇല്ല. UDF കയറുമ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും. ഇവർ ഇത്രയും കാലം ഭരിച്ചിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല അന്ന്? ഇപ്പോഴാണ് ഇവർക്ക് ചെയ്യാൻ കണ്ട സമയം ആണോ? വികസനം ഇതിനു മുമ്പേ എല്ലാ റോഡുകളും അവിടെ അന്നുള്ള റോഡ് ഇന്നും ഉണ്ടല്ലോ. ആ റോഡൊക്കെ ഇപ്പം എന്തായെന്നൊന്ന് നിങ്ങൾ പുറത്തേക്ക് പോയിട്ടൊന്ന് കാണാം. ചാനലിൽ കുറേ ചർച്ചയ്ക്ക് വരുന്നുണ്ട്, പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞു. എന്നാൽ എല്ലാ രാജ്യത്തും ഒന്ന് പോയി കണ്ടേച്ച് വന്നിട്ട്, ഇന്ത്യ ഒന്ന് പോയി കണ്ടേച്ച് വന്നിട്ട് പറയണ്ടേ?
പച്ചക്കള്ളം വിളിച്ചു പറയും. അതിലെ ശ്രീത്ത് പണിക്കർ മാത്രം എല്ലാം പഠിച്ച് നല്ല രീതിയിൽ ചർച്ചയ്ക്ക് വരുന്നയാൾ, എല്ലാം കണ്ടും കേട്ടും പഠിച്ചു വരുന്ന ഒരാളാണ്. അതിനെ കുപ്പിയിലിറക്കാൻ ചെന്നാൽ കുപ്പിയിൽ ഇറങ്ങില്ല ശ്രീത്ത് പണിക്കർ കേട്ടോ. പച്ചക്കള്ളം വിളിച്ചു പറയുന്നവരുടെ ഒന്നും കുപ്പിയിൽ ശ്രീത്ത് പണിക്കർ ഇറങ്ങിയല്ല. അവൻ പഠിച്ചിട്ട് വന്നിരുന്നാണ് അവൻ പറയുന്നത്. അവനെ തോൽപ്പിക്കാൻ ഒരുത്തിനും നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. അതുപോലെ തന്നെ 22,700 ലക്ഷം രൂപയാണ് പരസ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയേക്കണത്. ആരുടെ പൈസയാണ് എടുത്ത് ചിലവാക്കിയേക്കണേ? ഖജനാവിലെ പൈസ എടുത്ത് 22,700 ലക്ഷം രൂപ എടുത്തേക്കണം. എന്താണിത്? ഇത് ആരും ചോദിക്കാനില്ല. UDFകാർ എന്തുകൊണ്ട് ചോദിച്ചില്ല? UDFകാർക്ക് കുറേ വോട്ട് ഇപ്പം കിട്ടണം, എല്ലാവരും വോട്ട് ഇങ്ങോട്ട് ചെയ്തോ എന്നും പറഞ്ഞിട്ടുണ്ട്. അവർ ഇതിൽ പ്രതിപക്ഷമല്ലേ, അവരെന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഈ രൂപ എവിടുന്ന്, ആരുടെ രൂപയാണ് എടുത്തത്? ഖജനാവിലെ രൂപ എടുത്ത് അത് നിങ്ങൾ വെച്ചോ, ഇത് മനസ്സിലാക്കി നിങ്ങൾ അറിയണ്ടേ? UDFകാർ അറിയണ്ടേ? എന്തുകൊണ്ട് അറിയുന്നില്ല? അതുപോലെ തന്നെ BJPക്കാരും അറിയണം. നിങ്ങൾക്ക് വിവരാവകാശം വെച്ചെടുക്കണ്ടേ? ഈ രൂപ എവിടുന്ന് ചിലവായി, ഈ രൂപ എങ്ങനെ, ആരുടെ രൂപ എടുത്തു, ഇതൊക്കെ വിവരാവകാശം വെച്ച് നിങ്ങളും എടുക്കണം, BJPക്കാരും എടുക്കണം. BJPക്കാരും ചുമ്മാ അതും ഇതും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നിങ്ങളും ഇതിന് ബാധ്യതയുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പം കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ ഭരിച്ചു പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ പേടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കിടക്കണ്ടായിരുന്നു, ഇറങ്ങി ഓടേണ്ട വന്നേനെ. ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ട് പിടിക്കുമ്പോൾ നിങ്ങൾ ഈ നല്ല തീവ്രവാദികളുടെ എല്ലാം കൂടെ വോട്ട് മേടിച്ച് ജയിക്കാൻ ഈ രണ്ട് കൂട്ടരും കൂടെ എന്തിനു കൂടുന്നു? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളവരുടെ വോട്ട് മേടിച്ച് ജയിച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. അങ്ങനെ കേൾക്കേണ്ടത് വരുമ്പോൾ മറ്റ് ജനങ്ങൾക്കത് ദോഷം ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വോട്ട് മേടിക്കുന്നവർ വോട്ട് മേടിക്കാൻ. അവർ പറയുന്ന കാര്യം നിങ്ങൾ സാധിച്ചു കൊടുക്കേണ്ട വരും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ളവരുടെ വോട്ട് മേടിച്ച് ജയിക്കുന്നവർക്ക്, പൊതുജനങ്ങളെ, നിങ്ങൾ വോട്ട് കൊടുക്കരുത്. അതാര് മേടിച്ചാലും, BJP മേടിച്ചാലും കോൺഗ്രസ് മേടിച്ചാലും LDF മേടിച്ചാലും, അങ്ങനെ മേടിക്കുന്നവരുടെ വോട്ട് മേടിച്ച് ജയിക്കുന്നവർക്ക് നിങ്ങൾ പൊതുജന വോട്ട് കൊടുക്കരുത്. നമുക്ക് നമ്മുടെ രാജ്യം വലുതാണ്, രാജ്യമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ രാജ്യം കഴിഞ്ഞോ നമുക്ക് എല്ലാം ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കേരളം വേണം. കേരളം ഉണ്ടെങ്കിലേ നമ്മളും ഉള്ളൂ, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ, കേന്ദ്ര സർക്കാർ ഇപ്പം നല്ല രീതിയിൽ ഭരിച്ചു പോകുന്നു, നല്ല വികസനം കൊണ്ടുവരുന്നുണ്ട്. അവർ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി നമുക്ക് കിട്ടിയിട്ടില്ല. ഒത്തിരിയും കാലം നെഹ്റു, അവരും ഇന്ദിരാഗാന്ധി എല്ലാം ഭരിച്ചല്ലോ. ഇത്രയും നല്ല ഒരു പ്രധാനമന്ത്രിനെ നമുക്ക് കിട്ടിയിട്ടില്ല. 30 വർഷം മുമ്പെങ്കിലും നമുക്ക് ഈ പ്രധാനമന്ത്രിയെ കിട്ടേണ്ടതായിരുന്നു. അതിൻ്റെ കുറവ് നമുക്കുണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും ജനം കണ്ണ് തുറക്കണം. ജനം കണ്ണ് തുറന്ന് എല്ലാം കണ്ടും കേട്ടും നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി നിങ്ങൾ പോകണം. എല്ലാ ജനത്തിനോടുമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും തീവ്രവാദിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. തീവ്രവാദിപ്പെട്ടവരുണ്ടല്ലോ, അവർ പറയണ എല്ലാം നിങ്ങൾ കേട്ട് നിങ്ങൾ ആര് ജയിച്ചാലെന്നെ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആൾ ഇന്നലെ പറയുന്നത് കേട്ടു. അവരൊന്നും തീവ്രവാദിയല്ല, അവരെല്ലാം മതസ്ഥരാണ്. തീവ്രവാദി RSS ആണ്. RSS ആരുടെ മുഖത്താണ് പോയി കയറാൻ പോയത്? ഞാൻ RSS കാര്യമൊന്നുമില്ല. ആരുടെ മുഖത്ത് കയറാൻ പോയി? തീവ്രവാദത്തിന് നടക്കുന്നുണ്ടോ? അവരെ ഉണ്ടോ? വെറുതെ ഇരുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ തീവ്രവാദിക്കായിരിക്കും എന്ന് ഓർക്കണം. അങ്ങാരാ പറഞ്ഞേ? മുസ്ലിം ലീഗിൻ്റെ ഒരു മനുഷ്യൻ പറയുന്നു അങ്ങനെ തീവ്രവാദിയാണ് അവരാണ് മതസ്ഥരല്ലാത്തവർ. മറ്റവരെല്ലാം മതതരമാണ്. ആരുടെ മതതരമാണ് അവരെ? അവിടെ മതതരം വർക്ക് ചെയ്താൽ പിടിച്ചോണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആർക്കും വർക്ക് ചെയ്തൊന്നും വേണ്ട. എല്ലാവരും തുല്യരാണ്. എന്താണ് അങ്ങനെ തുടങ്ങണേ? ആരുടെ എന്നാ ജാതി ആര്?
നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് നമ്മൾ കണക്കാക്കണം. അല്ലാതെ ജാതി, എന്ത് ജാതി? ജാതിയിലൊന്നും ഒരു കാര്യമില്ല. നല്ല നല്ല പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ജാതിയല്ല വേണ്ടത്. നല്ല ജാതിയാന്ന് പറഞ്ഞിട്ട് ചീത്ത പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജാതിയിലൊന്നും ഒരു കാര്യമില്ല. നല്ല പ്രവൃത്തി ചെയ്യുക, നല്ലത് ചെയ്യുക, നാടിന് നല്ലത് ചെയ്യുക, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക, അതാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ എന്ത് സാധനം കിട്ടിയാലും അതിങ്ങോട്ട് വരുത്തത്തില്ല. അത് വെറുതെ പാഴാക്കി കളയുന്നു. എന്ത് ചെയ്യും? ഇവിടെ നാട് പുരോഗമിക്കില്ലേ? പിന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ? കള്ളത്തരം പറഞ്ഞ് ഈ പൊട്ട ജനങ്ങളെ വഞ്ചിക്കാനാ. പൊട്ട ജനങ്ങൾ ഇനിയും കയറിക്കോ, നടന്നോളൂ. നിങ്ങൾ ഒന്നും മനസ്സിലാക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നടക്കും കേട്ടോ. എല്ലാവരും നല്ലവരായ ആൾക്കാർ. നമുക്ക് നമ്മുടെ ഇന്ത്യ വേണമെന്നും നമുക്ക് നമ്മുടെ കേരളം വേണം. നമുക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കണം. 10 വർഷം ഭരിച്ച് കുറേ കുണ്ടകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. തല്ലിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, ഒന്നിനും പേടിയില്ല. നല്ല നിയമം ഉണ്ടെങ്കിൽ ഇത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഉണ്ടാക്കുന്നു, ഭരിക്കാൻ കയറണം, കട്ടുമുടിക്കാനായിട്ട്. ഉള്ള ക്ഷേത്രം മൊത്തം കട്ടുമുടിച്ച് തേച്ച് കഴുകി വെച്ചു. ഇനി ഇവരെ കയറ്റാമെങ്കിൽ ബാക്കി ക്ഷേത്രം കട്ടുമുടിച്ചോളും. എന്നിട്ട് അറിഞ്ഞില്ലെന്ത്. അവർ കണ്ടപ്പോൾ പിന്നെ സോണിയയുടെ അവിടെ നിൽക്കുന്നുണ്ട്, മറ്റവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. സോണിയ അല്ലല്ലോ ഇവിടെ വന്ന് ഭരിച്ചത്. അന്ന് സോണിയ ഉണ്ടോ അവിടെ ഭരിക്കാനാ? ഇല്ലല്ലോ. അല്ല കോൺഗ്രസ്സുകാരായിരുന്നു അവിടെ ഇരുന്ന് ഭരിച്ചത്? അല്ലല്ലോ. നിങ്ങൾ ഭരിച്ചപ്പോഴല്ല കട്ടതല്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു അമ്പലത്തിൽ ദേവസ്വത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡും കൂടെ ഒന്ന് മാറ്റി എഴുതി, അതും മാറ്റി എഴുതണം. ഈ ഒരു ഭരണക്കാർക്കും, ഇന്ന് ഭരണക്കാരെന്നല്ല, ഒരു ഭരണക്കാർക്കും ദേവസ്വം ബോർഡ് ഭരിക്കാൻ അനുമതി കൊടുക്കണ്ട. ഭരിക്കാൻ കയറുന്നവർ അല്ലാത്തത് ഭരിച്ചാൽ മതി. ദേവസ്വം ബോർഡ് ഭരിക്കണ്ട. ദേവസ്വം ബോർഡ് വിശ്വാസികൾക്ക് ഭരിക്കുക. അത് കോടതിയുടെ മേൽനോട്ടത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിലും അതിന് നിയമം കൊണ്ടുവരണം. കോടതി കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടത്തിൽ ഇതിന് നിയമം കൊണ്ടുവരണം. ഈ നിയമം പാസ്സാക്കണം. ഇത് നമുക്ക് നിലനിന്ന് പോകേണ്ടതാണ്. അത് പള്ളിയാണേലും അമ്പലമാണേലും മോസ്കാണേലും എല്ലാം വേണം. അവിടെയൊന്നും പോയി കൈയിട്ട് വരുന്നില്ലല്ലോ. പള്ളി പോയി കൈയിട്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ചെന്നാൽ മതി, കൈ തല്ലി ഒടിച്ച് വിടും അവർ കൈയിട്ട് വരാൻ ചെന്നാൽ. ഇതേതോ കാലത്ത് ഏതോ പൊട്ടന്മാരുണ്ടാക്കി വെച്ചു ദേവസ്വം ബോർഡ്. അതിപ്പോഴും ഈ 100 കൊല്ലം കഴിഞ്ഞിട്ടും ഈ ദേവസ്വം ബോർഡ് കിടക്കണു ഇങ്ങനെ. എന്തിനാ അങ്ങനെ ഇട്ടേക്കണ ദേവസ്വം ബോർഡ്? ഇതൊക്കെ വരുന്നുണ്ട്. ഈ നിയമം മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നോ? ഇത്രയും കാലമായി ബോധം ബുദ്ധി ഉണ്ടായാലും പണ്ട് പിന്നെ ആർക്കും ബോധം ബുദ്ധി ഇല്ലാതായിരുന്നു. ഇന്ന് ബോധം ബുദ്ധി ഇല്ലേ? അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ ദേവസ്വം ബോർഡ് മാറ്റി എഴുതാനുള്ള എല്ലാവരും ഇതിന് സഹകരിക്കണം. ദേവസ്വം ബോർഡ് വേണ്ട. അതുപോലെ തന്നെ അമ്പലത്തിൽ അവിടെ പോയാൽ കുറ്റം, അവിടെ ഒരു ഉത്സവം നടത്തിയാൽ കുറ്റം, അവിടെ അത്തപ്പൂ ഇട്ടാൽ കുറ്റം. പിന്നെ എവിടെ അത്തപ്പൂ ഇടുന്നേ? അമ്പലത്തിൽ അത്തപ്പൂ ഇട്ടുന്നതിന് LDF ആർക്കാ അസുഖം? അമ്പലത്തിൽ അത്തപ്പൂ ഇട്ടെന്നും പറഞ്ഞോണ്ട് ഇതൊക്കെയാണ് ഇവരെ കയറ്റിവിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വിശ്വാസങ്ങളും ഇല്ല, ഒന്നുമില്ലാത്തവരെ അമ്പലത്തിൽ കയറ്റിവിട്ടിട്ട് ഒരു കാര്യമില്ല. ദേവസ്വം ബോർഡ് മാറ്റി എഴുതണം. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും കുറേ പഠിക്കണം. നമുക്ക് എല്ലാവരും വേണമെന്ന് അവരും കണക്കാക്കണം. പള്ളിയിലെ അച്ഛന്മാരാണേലും എന്തോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടേതെല്ലാം പോകും. അങ്ങനെ ആരുടെയും പോകില്ല. അത് ഈ വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നത്, ആ ഫണ്ട് എന്തിനു ഉപയോഗിക്കണം അതിന് മാത്രമുള്ള ഒരെണ്ണമാണ്. അല്ലാതെ അത് മറ്റിനൊന്നുമില്ല. അതെല്ലാം മതക്കാർക്കും ബാധിക്കണ കാര്യമാണ്. പിന്നെ അച്ഛന്മാർക്കായിട്ട് മാത്രം ബാധിക്കണമല്ലല്ലോ. അച്ഛന്മാർ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നത് ശരിയല്ല. അച്ഛനെയൊക്കെ അതുപോലെ ബഹുമാനമുള്ള ആളാണ്. പക്ഷേ അച്ഛന്മാരൊന്നും ഇങ്ങനെ ഏതെങ്കിലും പറയുന്ന കേട്ട ചാടുന്ന അച്ഛന്മാർക്കൊക്കെ നല്ല ബുദ്ധിയും ബോധമുള്ളവരാണല്ലോ. അവരത് മനസ്സിലാക്കണ്ടേ? അതെന്തിനുള്ളതാണ്, അത് ആർക്കുള്ളതാണ്? അത് ഈ തീവ്രവാദത്തിന് പണം വരുന്നവർക്ക് മാത്രമല്ലേ അത് ദോഷം വരുള്ളൂ, അല്ലാത്തവർക്ക് ആർക്കും വരില്ല. ഈ ഫണ്ട് വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു ദോഷം ഉള്ളതല്ലല്ലോ. ഈ ഒന്നുമെല്ലാം അറിയത്തില്ലാത്ത എനിക്ക് വരെ അതിന് മനസ്സിലായപ്പം അച്ഛന്മാർക്ക് മനസ്സിലാകാതിരിക്കില്ലല്ലോ.
അപ്പോൾ അച്ഛന്മാരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ കൂടുന്നത്? അച്ഛന്മാരൊക്കെ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലൊന്നും കൂടരുത്. എന്താ നാട്ടിൽ നടക്കണമെന്ന് അച്ഛന്മാർ മനസ്സിലാക്കണം. എല്ലാവരും അത് മനസ്സിലാക്കണം. അച്ഛന്മാരെ തന്നെയല്ല, എല്ലാവരും നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി അതറിഞ്ഞ് നമ്മൾ ചെയ്യണം. അല്ലാതെ വോട്ടിന് വേണ്ടിയിട്ട് സമയം വരുമ്പോൾ രാഷ്ട്രീയക്കാർ അത് അവിടെ അങ്ങനെയാണ്, അയ്യോ ക്രിസ്ത്യാനികളെ എല്ലാം ഇപ്പം വെട്ടി വിഴുങ്ങും, ക്രിസ്ത്യാനികളെ എല്ലാം ഇപ്പം കൊണ്ടുപോകും, അവരുടെ സ്വത്തെല്ലാം വാരിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ കിസാൻ സമ്മാന നിധി വന്നപ്പോൾ പറഞ്ഞു നരേന്ദ്രമോദി സ്വത്തെല്ലാം കൂടെ വാരിക്കൊണ്ട് പോകുന്നു. ഈ 2000 രൂപ വെച്ച് മേടിക്കുന്ന 6000 രൂപ ഒരു വർഷം മേടിക്കുന്ന കൃഷിക്കാർക്ക് കൊടുക്കുന്ന പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ആ സ്ഥലം കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഒത്തിരി പേരെ കബളിപ്പിച്ചു. അവരൊന്നും അന്ന് വെച്ചിട്ടില്ലായിരുന്നു, അവരുടെ സ്ഥലം പോകുമെന്ന് പേടിച്ചിട്ട്. തൃശ്ശൂർ ഒരു അമ്മ, അത് LDFൻ്റെ കൊടി പിടിച്ച് നടക്കണ ഒരമ്മ, അത് ഞാൻ കണ്ടതാണ്, ലൈവ് കണ്ടതാണ്. ആ അമ്മയോട് പറഞ്ഞു അതൊന്നും വെച്ചേക്കരുത് കേട്ടോ, നരേന്ദ്രമോദി സ്ഥലം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇവർ ഈ LDFൻ്റെ കൊടിയും പിടിച്ച് നടന്നുകൊണ്ട് ഇവർക്ക് വിവരമില്ലല്ലോ, ഇവർ പറഞ്ഞ കേട്ടല്ലേ അവർക്ക് വിവരമുള്ളൂ. ആ വിവരം വെച്ചോണ്ട് അവർ വെച്ചില്ല. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള അവർ വെച്ച് അവർക്ക് കിട്ടി. അന്നേരം നിനക്ക് കിട്ടിയ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അമ്മ വെച്ചില്ല അതുകൊണ്ടില്ല, അതെൻ്റെ സ്ഥലം പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ആ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അവർ ആ വില്ലേജിൽ ചെന്നു. കൃഷിഭവനിൽ ചെന്നു, വില്ലേജിലല്ല കൃഷിഭവനിൽ ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അങ്ങനെയൊന്നും സ്ഥലമൊന്നും പോവുകയില്ല. അത് അപ്പോൾ ആർക്കൊക്കെ ഇവിടെ ഉള്ളതെന്ന് ആ കൂട്ടത്തിൽ പോയ ആൾ ഇത് തിരക്കി ചോദിച്ചപ്പം ഈ പറഞ്ഞ പുള്ളിക്ക് മേടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പുള്ളി ഈ കിസാൻ്റെ 2000 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ നടക്കുന്ന അമ്മയ്ക്ക് LDFൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഈ കൊടി പിടിക്കാൻ മാത്രമല്ല അവർക്കറിയത്തുള്ളൂ, അവർക്ക് കിട്ടിയില്ല. അവരിങ്ങോട്ട് വന്നിട്ട് അത് മാധ്യമത്തിലേക്ക് അങ്ങ് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞാണ് അവർ വെക്കാതിരുന്നത്, സ്ഥലം പോകുമെന്ന് പേടിച്ച്. എന്നിട്ട് ആ അമ്മ അവിടുന്ന് അപ്പം തന്നെ ആ പാർട്ടിയിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിൽ നമ്മൾ മാറുകയും ചെയ്തു. തൃശ്ശൂരുള്ള ഒരമ്മയാണത്. ഇതുപോലെയാണ് ഇവരുടെ കള്ളത്തരം മൊത്തം. പറയണതെല്ലാം പച്ചക്കള്ളമാണ്, നല്ല വാക്കൊന്നുമല്ല ഇവർ പറയണത്. ഇവരെന്ത് പറയുന്നു അത് സർവ്വതും പച്ചക്കള്ളം. ഇവർക്കൊക്കെ വോട്ട് കൊടുത്തുകൊണ്ട് നടന്ന് ഞാനൊക്കെയാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എവിടെ പറഞ്ഞാലും അവിടെ എല്ലാം വോട്ട് കുത്തുന്ന ആളാണ്. കോൺഗ്രസ്സിനും കുത്തുമായിരുന്നു, LDFനും കുത്തുമായിരുന്നു. എനിക്കങ്ങനെ ഒരു സ്വന്തം പാർട്ടി അങ്ങനെയൊന്നും ഉള്ള ആളല്ല. എന്നിട്ട് ഞാനിങ്ങനെ വോട്ട് കുത്തിക്കണം. ഇപ്പം ഞാനിതെല്ലാം കണ്ടും കേട്ടും മനസ്സിലായും. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണാനും പോയിട്ടുണ്ട്. അങ്ങനെ കണ്ടും കേട്ടും വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇത്രയും കാലം ഭരിച്ച 10-60 കൊല്ലം ഭരിച്ച കോൺഗ്രസ്സുകാരുടെ ആ ഡൽഹിയിൽ കിടക്കുന്ന ജനങ്ങൾ എങ്ങനെയാണ് കിടന്നത്? അവരൊക്കെ എങ്ങനെയാണ് കിടന്നത്? ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. പഞ്ചാബിലൊക്കെ പോയപ്പോൾ, പഞ്ചാബിലും ജയ്പൂർ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ മിക്ക സ്ഥലങ്ങളിൽ പോയി കണ്ട. 2 നിർത്ത്, ഒരു നിർത്ത് പോയപ്പം മൻമോഹൻ സിംഗ് ആയിരുന്നു, ഒരു നിർത്ത് പോയപ്പോൾ നരേന്ദ്രമോദിയാണ്. അങ്ങനെ 2 നിർത്ത് പോയി എല്ലാം കണ്ടിട്ടാണ് ഞാനും വന്നത്. അതിൻ്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവരൊക്കെ ചെയ്തത് എന്താണ്, സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് ചെയ്തത് എന്താണ്. ഒരു ടോയ്ലറ്റില്ല, പെരയില്ല, വെള്ളമില്ല, വഴിയില്ല. ഇതല്ലേ ഒരു മനുഷ്യന് അത്യാവശ്യമായി വേണ്ട സാധനം, അതല്ലേ? അതില്ല. പിന്നെ എന്നതാ ഇവർ ചെയ്തെന്ന് പറയണത്? എന്തു ചെയ്തു എന്നാണ് പറയണത് ഇവർ? എന്നിട്ട് ഇപ്പം ഇവർ വണ്ടിയൊക്കെ കയറ്റി കൊണ്ടുപോകും, 25 ലക്ഷത്തിൻ്റെ അത് കൊടുക്കും, 3000 രൂപ പെൻഷൻ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ 3000 രൂപ പെൻഷൻ കൊടുക്കും, വണ്ടി ചുമ്മാതെ കൊണ്ടുപോക്കോളും, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങളെ കുത്തിത്തുറന്നിട്ട് ചെയ്യാനല്ലേ ഇത്? ഇപ്പം ഒരു പെര വെച്ചാൽ അതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റത്തില്ല, നികുതിയായിട്ടും അതിൻ്റെ എന്തെല്ലാം രീതിയിലാണ് അതിന് കാശ് ഇവർ വാങ്ങുന്നത്. 5 രൂപ കിടന്ന പെരക്കരത്തിന് ഇപ്പം 38 രൂപ. അതുപോലെ തന്നെ ഒരു ഭൂമി മേടിക്കാൻ പറ്റത്തില്ല. എന്താണ് ജനത്തിന് ചെയ്തു വെച്ചിട്ടാണ് ഇവർ കയറി ഇരുന്നിട്ട് ഇവർ ഭയങ്കര പെൻഷനും മേടിച്ച് തിന്നുന്നതാ ഈ ജനങ്ങളുടെ. എന്നിട്ട് സാധാരണക്കാർക്ക് 1600 രൂപ കൊടുത്തത് വലുതാണ്. പാവങ്ങൾക്ക് ഈ ഒരു മാസം 1600 രൂപ കൊടുക്കണം, അവർക്ക് മരുന്ന് മേടിക്കണം. പ്രായമായ അമ്മമാർക്ക് മരുന്നല്ലാതെ ഇന്ന് വേറെ ഒന്നുമില്ല.
അസുഖങ്ങളാണ്. അതുപോലെ തന്നെ 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുർ കിട്ടാമെന്ന് വെച്ചു. അത് ഇവിടുത്തെ സർക്കാർ എടുത്തില്ല. എന്തിയേ? അവിടെ നിന്നെല്ലാം വന്നത് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയി. അതുകൊണ്ട് നിങ്ങൾ കണ്ടോട്ട് ചെയ്തോളി. നമുക്കിവിടെ ഏത് ഭരണം വന്നാലാണ് ഇനി നന്നാകേണ്ടത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. രണ്ടു കൂട്ടരെയും ചെയ്ത് നമ്മൾ കണ്ടെല്ലാം മനസ്സിലായില്ല. ഇത്രയും പ്രായത്തിനോടൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റവരെയും കൂടെ കയറ്റിയിട്ട് അവർ നല്ലത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കുക. നല്ല ചെയ്തില്ലെങ്കിൽ അവരെ നമ്മൾ ദൂരെ കളയും. അത്രയേ ഉള്ളൂ. നല്ലത് ചെയ്യുന്നവരെ മാത്രം കയറ്റി വിടുക. അല്ലാതെ കൊടി പിടിച്ചുകൊണ്ട് നടന്നിട്ട് ആ പാർട്ടിയിൽ നടന്നിട്ട് അതിൽ തൊട്ടടുത്തിരിക്കുന്നവർക്ക് മാത്രമേ ഗുണമുള്ളൂ. സാധാരണക്കാർക്ക് പാവങ്ങളായി കൊടി പിടിക്കുന്നവർക്ക് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നിങ്ങളത് കണ്ട് ഇനിയെങ്കിലും വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി ക്രിസ്ത്യാനികളും മനസ്സിലാക്കാനുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ശരിക്കും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം. അച്ഛന്മാർ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ട് ഇങ്ങനെ പറയരുത്. ഒരു വോട്ട് വരുമ്പോൾ അച്ഛൻ പറയരുത്. അച്ഛന്മാർക്കൊക്കെ അറിയാം അത് വിദേശ ഫണ്ട് വരുന്നതിന് അത് മറ്റ് പല കാര്യത്തിനും ഇത് ചിലവാക്കുന്നുണ്ട്. തീവ്രവാദത്തിന് എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യം വലുതാണ് അച്ഛാ. അത് കഴിഞ്ഞേ നമുക്ക് എല്ലാം ഉള്ളൂ. നമ്മുടെ രാജ്യം ഉണ്ടെങ്കിൽ നമ്മളും ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ രാജ്യം ഇല്ലെങ്കിൽ നമ്മളില്ല. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി ഇത്തവണ വോട്ട് നിങ്ങൾ ചെയ്യുക. വോട്ട് ചെയ്ത് അവരെ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അവരുടെ ഭരണവും നമ്മൾ നോക്കണം. നമ്മുടെ കേരളത്തിൽ അവരുടെ ഭരണവും കൂടെ നമ്മൾ നോക്കുക. എന്നിട്ട് നമുക്ക് പിന്നീട് 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് അവർ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റാമല്ലോ. നമ്മുടെ കയ്യിലല്ലേ വോട്ടിരിക്കണേ, അവരുടെ കയ്യിലല്ലല്ലോ. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മളത് എന്താന്ന് വെച്ചാൽ ചെയ്യുക. നമ്മൾ നല്ല ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക. നമുക്ക് വികസനം വേണം. ആ വികസനം പോലെ നമ്മളും വികസിക്കണം. അതുപോലെ തന്നെ പെൻഷൻ എല്ലാം വെട്ടിക്കളഞ്ഞ് വെച്ചേക്കുക. എനിക്ക് പെൻഷൻ കിട്ടണം. കേന്ദ്ര സർക്കാർ എത്രയാണ് അവിടുന്ന് വരുന്ന പെൻഷൻ എന്നൊന്ന് അറിയിക്കണം. ഇതാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ വീതം എത്രയുണ്ടെന്നും അറിയിക്കണം. ഞാൻ മരുന്ന് നിൽക്കുന്ന ആളാണ്. എനിക്ക് മരുന്നൊക്കെ വാങ്ങേണ്ടതാണ്. എൻ്റെ പെൻഷൻ വെട്ടിക്കളഞ്ഞ് 2021 ഇവിടുത്തെ സർക്കാർ വെട്ടിക്കളഞ്ഞു. കേന്ദ്ര സർക്കാരും എൻ്റെ പെൻഷൻ എനിക്ക് തരാൻ നോക്കണം. അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ കുറ്റം പറയണമല്ല. രാഷ്ട്രീയം നന്നാകണം. രാഷ്ട്രീയക്കാരിങ്ങനെ പോയിട്ട് കാര്യമില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് ആര് കയറിയാലും ജനങ്ങൾക്ക് ഉപകരിക്കണം. അതുപോലെ തന്നെ പിന്നെ നാടും നന്നാകണം. നാട് നന്നാകുന്ന അനുസരിച്ച് നമ്മളും നന്നാകണം. ഇനി കയറിയ സർവ്വസാധനത്തിനും നികുതി കൂട്ടും. എല്ലാം കൂട്ടിയിട്ട് പിന്നെയും ജനത്തിന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയാവും. ഒരു പെര വെച്ച് കിടക്കാൻ ഇപ്പം പറ്റത്തില്ല. എനിക്കൊന്നും ഒരു പെര പോലും ഇല്ല. പെര വെക്കാൻ പറ്റത്തില്ല. 30,000 രൂപ വേണം ഒരു പെർമിറ്റ് മേടിക്കണമെങ്കിൽ. ഇന്ന് വെറും 720 രൂപയിൽ കിടന്ന സാധനത്തിനാണ് ഈ പിണറായി സർക്കാർ കയറി വന്ന് ഉണ്ടാക്കി വെച്ചേക്കണത്. അതുപോലെ തന്നെ സർവ്വ സാധനത്തിനും പെരക്കരവായി കരം കെട്ടണതായി എന്തു വേണ്ടി സർവ്വതിനും അങ്ങനെ കയറുന്നവരെന്തിനാന്നേ? അത് എല്ലാം കേന്ദ്ര സർക്കാർ ഇങ്ങനെ തരട്ടെ തന്നില്ല അതുകൊണ്ട് എന്നാൽ പിന്നെ സംസ്ഥാനത്തിന് എന്താ സർക്കാർ എന്തിനാ വേണ്ടിയേ? എന്നാൽ കേന്ദ്ര സർക്കാർ ഭരിച്ചാൽ പോരെ? കേന്ദ്ര സർക്കാർ ഭരിക്കുവാണെങ്കിൽ, കേന്ദ്രത്തിൻ്റെ ഇത് വരുവാണെങ്കിൽ ഇന്നേ മാഹിയിലൊക്കെ സാധനങ്ങൾക്ക് ഒത്തിരി വിലക്കുറവുണ്ട്. ഞങ്ങൾക്ക് വിലക്കുറഞ്ഞ സാധനങ്ങളെങ്കിലും മേടിപ്പിച്ചുകൂടെ? നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റിയാലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോണമെന്നേ. നാട്ടുകാരെ വിഷമിപ്പിക്കരുത്, നാട്ടുകാരെ പറ്റിക്കരുത്. ഇങ്ങനെ ഭരിക്കാൻ പറ്റാത്തവർ ഭരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പഴയ പണി പോയി നോക്കുക. അത്രയേ ഉള്ളൂ. ഭരിക്കാൻ കയറിയാൽ അത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉപകരിക്കണം. എല്ലാവർക്കും, ഇന്നാർക്കൊന്നല്ല, ഒരാൾക്കോ 2 പേർക്കോ അല്ല, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അത് ഉപകരിക്കണം. അല്ല അവനൊരു ശകലം വീടിൻ്റെ അവിടെ തുമ്പിച്ചേർ കൂടിപ്പോയി, അല്ലെങ്കിൽ ഒരു പൊട്ട വണ്ടി അതിലൂടെ ഉണ്ട്, ആ പൊട്ട വണ്ടി മേടിച്ചിട്ടേക്കണ എന്തിയെ? ലോകത്തിലില്ലാത്ത കടം മേടിച്ചിട്ടിട്ട് വീട്ടിൽ കിട എന്നും ആൾ വരവും, കാശടച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നടന്നു പോണത്. എന്നിട്ട് അവിടെ അതുണ്ട്, ഇവർക്കിതുണ്ട്. അതുകൊണ്ട് അവർക്ക് അരിയില്ല, അവർക്ക് മറ്റേതില്ല, അവർക്ക് മറിച്ചതില്ല. അവർക്ക് കഞ്ഞി കുടിക്കണ്ടേ? വേണ്ടേ? കേന്ദ്ര സർക്കാർ ഈ അരി ഒരിക്കലും കളയരുത്. സാധാരണക്കാർ മേടിച്ച് കഞ്ഞി കുടിക്കുന്ന അരിയാണ്. അത് കേന്ദ്ര സർക്കാർ
കൊടുക്കണം. പിന്നെ ഞാൻ അച്ഛൻ്റെ ഇത്രയും പറഞ്ഞത് അച്ഛനൊക്കെ ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ ഞാൻ ഒന്നുമായിട്ട് പറഞ്ഞതല്ല. അച്ഛനെയൊക്കെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. അച്ഛന്മാരെയെല്ലാം ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒന്നും ഓർക്കരുത്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. എല്ലാ രാഷ്ട്രീയക്കാരും നന്നായി വരണം, അത്രയേ ഉള്ളൂ. അത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ജനങ്ങളെ എന്നിട്ട് അവസാനം പറ്റിക്കരുത്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ഇലക്ഷന് മധ്യപ്രദേശൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എത്ര രൂപ വെച്ച് തരും, 10,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പൈസ കൊടുക്കാൻ ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അവരവിടെ ജയിച്ചു കഴിഞ്ഞപ്പം പൈസ കൊടുക്കില്ല. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഓഫീസിലേക്ക് ചെന്നു. ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഒരാൾ സ്വന്തം അവിടെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത്രയും കാര്യം അറിഞ്ഞത്. ഞങ്ങളുടെ ഒരാൾ സ്വന്തം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം അറിഞ്ഞത്. പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് ആ പെണ്ണുങ്ങളെല്ലാം വോട്ടും ചെയ്തു അവർ ജയിക്കുകയും ചെയ്തു. പൈസയ്ക്ക് ചെന്നു. ഓഫീസിലേക്ക് പൈസയ്ക്ക് ചെന്നപ്പം പറഞ്ഞു അതറിയില്ലല്ലോ, എങ്ങനെയാണെന്നറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് തരാമെന്നാണ് പറഞ്ഞത്, പൈസ ഇതുവരെ തന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ അയാൾ ഓഫീസ് അടച്ചു പോയി. അത് കഴിഞ്ഞ് ഇത് പെണ്ണുങ്ങൾ അവിടെയൊക്കെ എല്ലാം കിടന്ന് പറഞ്ഞിട്ടിരുന്നപ്പോഴത്തേനും അവർ പറഞ്ഞു വോട്ട് വരുമ്പം ഞങ്ങൾ അങ്ങനെ പലതും പറയും, അതെല്ലാം ഇപ്പം കൊടുക്കാവുന്നൊന്നും വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പോരെ, കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യമാണത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തേതും. ഇവർ എടുത്ത് ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവരെവിടുന്ന് കാശുണ്ടാക്കണത്? ഇവരെവിടുന്ന് കാശുണ്ടാക്കും? പിന്നെ ജനത്തിനെ പിഴിയാൻ വേണ്ടിയല്ലേ ഇവർ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇവരവിടെ കുത്തിയിരുന്ന് ചൊറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നൊന്നും അല്ലല്ലോ, അല്ല വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കണമെന്നും അല്ലല്ലോ. ഈ ജനത്തിൻ്റെ കയ്യിൽ നിന്നല്ല. പിന്നെ പഞ്ചായത്തിൽ അത് വെച്ചോ ഇത് വെച്ചോ പിടിച്ചോ പെരക്ക് പിന്നെയും കൂട്ടി, സ്ഥലത്തിന് പിന്നെയും കൂട്ടി, നടക്കുന്നതിന് പൈസ മേടിച്ചു. ഞാനിപ്പോൾ കാൽനടയായിട്ട് അങ്ങോട്ട് പോയാൽ അതിനും പൈസ മേടിക്കുമല്ലോ. അല്ലാതെ നിങ്ങൾ എവിടുന്ന് കൊടുക്കും? പൈസ അടിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. നിങ്ങൾ പൈസ അടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നരേന്ദ്രമോദി ഭരിക്കണ പോലെയൊന്നും ആരും ഭരിക്കില്ല കേട്ടോ, ഭരിച്ചിട്ടുമില്ല. ഒരിക്കലും ഇന്ന് വരെ ആരും അങ്ങനെ ഭരിച്ചിട്ടില്ല. വികസനം എന്ന് പറഞ്ഞത് പോയി കണ്ടിട്ട് വന്നിട്ട് ഇവിടെ ചാനൽ ചർച്ച വന്ന പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. പൊട്ടച്ചർച്ചയ്ക്ക് കേൾക്കാനേ എല്ലാവരും ഒന്നും കേൾക്കുന്നില്ല. പൊട്ടച്ചർച്ച ചാനൽ ചർച്ച വന്നിട്ട് കേന്ദ്ര സർക്കാർ അത് തന്നില്ല, കേന്ദ്ര സർക്കാർ ഇത് തന്നില്ല. കേന്ദ്ര സർക്കാർ എല്ലാം ഇങ്ങ് തരാനാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് സർക്കാർ? അവർക്കങ്ങ് ഭരിച്ചാൽ പോരെ? അവരിന്ന് ഭരിക്കട്ടെ എന്ന് കാണണം. നിങ്ങൾ എന്നതായി കാണിക്കുന്നത്? ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ നന്നാകാൻ വേണ്ടി പറഞ്ഞതാണ്, മറ്റൊന്നിനും പറഞ്ഞല്ല. എനിക്ക് ആരോടും വഴക്കില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരോടും വഴക്കുള്ള ആളല്ല. പക്ഷേ രാഷ്ട്രീയക്കാർ നന്നായി ആര് കയറിയാലും നന്നായി ഭരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അത് ഇന്ന ആളെന്നല്ല. ഇപ്പം കേന്ദ്ര സർക്കാർ നന്നായിട്ടാണ് ഭരിക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വേറെ ഒന്നും വെച്ച് ഞാൻ പറഞ്ഞതല്ല. കേന്ദ്ര സർക്കാർ ഭരിക്കണതല്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, 2 നിറത്ത് പോയി കണ്ടുകൊണ്ട് വന്നയാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതിന് മുമ്പും പോയി, ഇപ്പം ഇരിക്കുന്ന സർക്കാർ ഇരുന്നതിന് ശേഷവും പോയി. അതുകൊണ്ട് പറഞ്ഞാണ്. അവിടുത്തെ ജനങ്ങൾ കഴിയണ കണ്ടിട്ട് ഞാൻ അവിടെ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ അല്ലേ, ആ വാതക്കടയൊക്കെ അല്ലേ നിങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പം പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്? നിങ്ങൾ ആ മധ്യപ്രദേശത്തൊക്കെ പൈസ കൊടുത്ത് വോട്ട് തന്നേരാ, ഞങ്ങൾ വോട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അവർക്ക് 10 രൂപ കൊടുത്താൽ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കൊടുത്തില്ല. അതുപോലെ തന്നെ ഇതും വരുള്ളൂ, അത്ര മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് പൊതുജനം കണ്ട് വോട്ട് ചെയ്യുക. നമ്മുടെ കേരളം നന്നാകണമെന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മൾ നന്നാകണമെന്ന് ചിന്തിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. കേരളവും നന്നാകണം, നമ്മളും നന്നാകണം. നാട് മാത്രം നന്നായാൽ പോരാ, നമ്മളും നന്നാകണം. നമ്മൾ ഓരോരുത്തരും നന്നാകണം, എല്ലാവരും നന്നാകണം. തീവ്രവാദത്തിന് കൊടപിടിക്കുന്നവരെ കൊടുത്ത് വോട്ട് മേടിച്ച് ജയിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക, അത്ര മാത്രമേ ഉള്ളൂ. നമസ്തേ, അത്ര മാത്രമേ ഉള്ളൂ.